വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോഴാണ് ചുറ്റുവട്ടത്ത് എവിടേക്കെങ്കിലും ഒരു ഡ്രൈവിന് പോയാലോ എന്ന് ഒരു പ്ലാൻ വന്നത്. പിന്നെ പെട്ടെന്നാണ് ഗെറ്റ് സെറ്റ് റെഡി ഗോ എന്നും പറഞ്ഞുകൊണ്ട് ഞാനും ഇച്ചുക്കുട്ടിയും കുഞ്ഞുബിബിനും കൂടെ വേഗം തന്നെ റെഡി ആയിട്ട് ഞങ്ങള് തണ്ണീർമുക്കം ബണ്ട് ആദ്യത്തെ ഡെസ്റ്റിനേഷൻ വെച്ചിട്ട് ഡ്രൈവിന് അങ്ങോട്ട് ഇറങ്ങി. അപ്പൊ നമ്മുടെ കോട്ടയത്ത് കുട്ടികളും ഫാമിലിയും ഒക്കെ ആയിട്ട് നമുക്ക് ഈവനിങ്സും വീക്കെൻഡും ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ 2 ഡെസ്റ്റിനേഷൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ബോണസ് ആയിട്ട് കുറച്ച് എക്സ്ട്രാ കാഴ്ചകളും കൂടിയുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണണം. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു സൈനൂസ് വ്ലോഗ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വൈകുന്നേരം 5 മണിയായിരുന്നു. നമ്മളൊരു 3 ഡെസ്റ്റിനേഷൻ ആണ് നമ്മുടെ മനസ്സിലുള്ളത്. അതിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ആണ് തണ്ണീർമുക്കം. എനിക്ക് വേറെ എവിടെയും പോയില്ലെങ്കിലും ഈ തണ്ണീർമുക്കത്തേക്കുള്ള ഈ റോഡിലൂടെയുള്ള ഡ്രൈവും പിന്നെ കോട്ടയം ചങ്ങനാശ്ശേരി ആ വഴിയിൽ ആലപ്പുഴയ്ക്കുള്ള ആ ഒരു ഡ്രൈവും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം ആ റോഡിലൂടെയുള്ള ഒരു സ്ലോ ഡ്രൈവ് തന്നെ നമുക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് തരും. നമ്മളിവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ണിൽപ്പെട്ടത് ഈ ഓൾഡ് സ്കൂൾ ടീ എന്ന് പറയുന്ന ഒരു ചെറിയ ഷോപ്പാണ്. ഇത് ശരിക്കും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത് നമ്മുടെ സ്റ്റാർബക്സ്, ഇതൊരു പാവപ്പെട്ടവന്റെ സ്റ്റാർബക്സ് എന്നൊക്കെയാണ് ആൾക്കാർ ഇതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ സ്റ്റാർബക്സിൽ കിട്ടുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള കോഫീസ്, ഡിഫറെന്റ് ഫ്ലേവേഴ്സിലുള്ള കോഫീസ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും. ഈ സമയത്ത് ഇവിടെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. കുറച്ച് പേര് ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സൺസെറ്റ് മോഡ് ആയതുകൊണ്ട് തന്നെ അവിടെ ആളുകൾ ഒത്തിരി ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് സൂര്യനെ ബാക്ക്ഗ്രൗണ്ട് ആക്കിക്കൊണ്ട്. പിന്നെ നമ്മളും സൂര്യനെ കയ്യിൽ വെച്ചും തലയിൽ വെച്ചും ലവില് വെച്ചും ഒക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു. എന്റെ ഫോട്ടോഗ്രാഫർ നമ്മുടെ ഇച്ചുകുട്ടി തന്നെയാണ്. പിന്നെ ഇവിടെ ഈ ഒരു ഈവനിങ് കാറ്റൊക്കെ കൊണ്ട് ഇവിടെ നിൽക്കാനായിട്ട് നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു മെന്റൽ പീസ്. എവിടെ പോയാലും നമുക്ക് കിട്ടുന്ന, ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംഭവം മെന്റൽ പീസ് ആണല്ലോ. അതിവിടെ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്, പിന്നെ കുറച്ച് ഐസ്ക്രീം ഷോപ്സ്, കോഫി ഷോപ്പ്, പിന്നെ കുറച്ച് അടച്ചിട്ടിരിക്കുന്ന കുറേ ഷോപ്സ് ഉണ്ട്. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ട്. പിന്നെ കുറച്ച് ദൂരെ ആ സൈഡിലും ഉണ്ട് ഇതുപോലെ സെയിം സ്പേസ്. അവിടെയൊന്നും പക്ഷെ ഇത്ര ഷോപ്സ് ഉണ്ടെന്ന് തോന്നുന്നില്ല. അവിടേക്കൊന്നും നമ്മൾ പോയില്ല. കാരണം ഇവിടെയാണ് കൂടുതലായിട്ട് ലൈറ്റിങ്സും ഷോപ്സും ഒക്കെ കണ്ടത്. കുറച്ചു നേരം അതിലെ വട്ടം കറങ്ങി ഫോട്ടോസ് ഒക്കെ എടുത്ത് നടന്നിട്ട് നമ്മൾ അവിടെ വന്നിട്ട് ഒരു കോഫി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരത് റെഡിയാക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. കോഫിക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ആകെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് ഇപ്പൊ കോഫി വെച്ചിരിക്കുന്ന ഏരിയ ഫുള്ള് പൊടിയാണ്. കാരണം ഇവിടെ റോഡ് സൈഡ് പിന്നെ ഇങ്ങനെ കാറ്റൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും മൊത്തം എപ്പോഴും അവിടെ ഫുള്ള് പൊടിയായിരുന്നു. ഇടയ്ക്ക് ആ തട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഇടുവായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നി. പിന്നെ കായലിലൂടെ കറങ്ങണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഇവിടെ സ്പീഡ് ബോട്ട് ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു ചീനവലയിൽ കാക്കകളൊക്കെ ചേക്കേറാൻ തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ കൂടുതലായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. സന്ധ്യ ആവാറായപ്പോഴേക്കാണ് ആളുകൾ കൂടുതലായിട്ട് വന്നു തുടങ്ങിയത്. ഇവിടെ ഇപ്പോൾ ലൈറ്റുകളൊക്കെ ഇടാൻ തുടങ്ങും. അപ്പം നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ? തണ്ണീർമുക്കത്ത് നിന്ന് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കുമരകത്ത് ചീപ്പുങ്കലുള്ള വലിയമട വാട്ടർ ഫ്രണ്ട് ടൂറിസം പ്രോജക്റ്റിലാണ്. നമ്മുടെ ഇച്ചു ആണെങ്കിൽ ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് ഇത് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ 4 പാടും കിടന്ന് ഓടുമായിരുന്നു. കാരണം എവിടെ നോക്കിയാലും നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു. കളിക്കാനുള്ള ഏരിയ ഉണ്ട്. പിന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള വാട്ടർ ഫൗണ്ടെയിൻ, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, വാക്ക് വേ, റെസ്റ്റോറൻറ്റ്സ്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ. ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഫ്രീ ആണെന്നാണ് പറയുന്നത്. നമ്മൾ പോയപ്പോഴത്തേനും ഫ്രീ ആയിരുന്നു. പിന്നെ ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും അവിടെ പേയ്മെന്റ് ഉണ്ടാവും. ഒരുപക്ഷെ പേയ്മെന്റ് ഉള്ളതാണ് ഒരു കണക്കിന് പറഞ്ഞാൽ നല്ലത്. കാരണം അറ്റ്ലീസ്റ്റ് അവിടെ ആ പേയ്മെന്റ് കൊണ്ടെങ്കിലും അവിടെ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്തിടാൻ പറ്റും. ഇപ്പൊ നല്ല ഭംഗിയായിട്ടാണ് അവിടെ ഒക്കെ കിടക്കുന്നത്. ഇൻ ഫ്യൂച്ചറും ഇതുപോലെ തന്നെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണല്ലോ, നമ്മൾ എത്ര കാശ് മുടക്കി ഇതിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അത് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ കുറച്ച് നാളുകൾ, കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും അത് ഒരുമാതിരി നശിച്ച് അങ്ങ് പോകുന്നത് നമ്മൾ കാണാറുണ്ട്.
ഇവിടെ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ പോവുകയാണെന്നുണ്ടെങ്കിൽ പകലിന്റെയും രാത്രിയുടെയും കാഴ്ചകൾ നമുക്ക് ഒരുമിച്ച് കണ്ടിട്ട് പോരാൻ പറ്റും. കാരണം ഇത് പകലിലും കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഞങ്ങളത് പകലിൽ കണ്ടില്ല. ഓഫ് കോഴ്സ് അത് നല്ല ഭംഗിയായിരിക്കും. രാത്രിയിലും അതിമനോഹരമായിരുന്നു കാണാനായിട്ട്. അപ്പം നമുക്കിതെല്ലാം ഒന്ന് കണ്ടിട്ട് വന്നാലോ? നമ്മൾ വലിയമ്മയുടെ പാർക്കിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴേക്കും അവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിലെ ഉത്സവത്തിനെ പ്രമാണിച്ചിട്ടുള്ള ഘോഷയാത്ര വരുന്നുണ്ടായിരുന്നു. താലപ്പൊലിയും ഘോഷയാത്രയും ഒക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വണ്ടിക്ക് അവിടെ നിന്ന് അങ്ങനെ പോകാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ കിടന്നു. അപ്പം നമുക്ക് നല്ലൊരു കാഴ്ചയായിരുന്നു. ഒരു ബോണസ് കാഴ്ച നമുക്ക് ഇതിനകത്തു നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഘോഷയാത്രയെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നമ്മുടെ മൂന്നാമത്തെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. കോട്ടയം തിരുനക്കര മഹാദേവ ടെമ്പിളിന്റെ ഉത്സവത്തോടനുബന്ധിച്ച് കോട്ടയത്ത് പഴയ സ്റ്റാൻഡിന്റെ അവിടെ ഷോപ്പിങ്ങിനും എന്റർടൈൻമെന്റിനും ഒക്കെ ആയിട്ട് കുറച്ച് സ്ഥലങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ലാസ്റ്റ് ആയിട്ട്. അവിടെ ഇങ്ങനെ ജയന്റ് വീല്, പിന്നെ മരണക്കിണർ, അങ്ങനെ അവിടെ മോട്ടോർ സൈക്കിളിന്റെ ഒക്കെ ഇതില്ലേ അത്, പിന്നെ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കാണാനായിട്ടും കുട്ടികൾക്കൊക്കെ കയറാൻ വേണ്ടിയിട്ടൊക്കെ. കുട്ടിക്കാലത്തൊക്കെ ഇതുപോലെ ഉത്സവങ്ങളിലോ പെരുന്നാളുകളിലോ ഇങ്ങനെ ഒരുപാട് ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലൊന്നും അലഞ്ഞു തിരിഞ്ഞ് നടക്കാനായിട്ട് നമുക്ക് പെർമിഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ഈ പ്രായത്തിൽ ഞാൻ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ എനിക്ക് മാക്സിമം പോകാൻ പറ്റുന്നിടത്തെല്ലാം പോകുന്നുണ്ട്. പിന്നെ എനിക്ക് ഇറ്റുവിനെയും കൂടി ആ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകണം, അവളെ അതെല്ലാം എക്സ്പ്ലോർ ചെയ്യിപ്പിക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായുണ്ട്. ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ മാക്സിമം അവളെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഇവിടെ വന്നിട്ട് ഇവൾക്ക് വലിയ വലിയ സാധനങ്ങളിലൊക്കെ കയറാൻ പേടിയാണെന്ന് പറഞ്ഞ് ലാസ്റ്റ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ഇതിൽ മാത്രം അവളൊന്ന് കയറിയത്. ഇവിടെ അവൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഡിഫറെന്റ് ഫ്ലേവർ ആയിട്ടുള്ള ഗോലി സോഡ ഒക്കെ കുടിച്ച് എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പം ഞങ്ങളുടെ ഈ ഒരു ഈവനിങ് നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഇതുപോലത്തെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും പോയി എൻജോയ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.